പരിമിതികളെ എങ്ങനെയൊക്കെ നമ്മൾ മറികടക്കും? ആത്മവിശ്വാസം കൊണ്ട് പരിമിതിയെ മറികടന്ന ഒരു വിദ്യാർത്ഥിയെയും ഒപ്പമുള്ള മനോഹരമായ ഒരു സൗഹൃദവുമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ആലുവയിലെ മുഹമ്മദ് സഹലിൻ്റെയും സൗഹൃദങ്ങളെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ജീവിതത്തിൽ പല കാലങ്ങളിലും പല ഘട്ടത്തിലും പലതരത്തിലുള്ള സൗഹൃദങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. ഒരു സൗഹൃദത്തിൻ്റെ കഥയിലേക്കാണ് ഇനി പോകുന്നത്. ഒരു ചേർത്ത് പിടിക്കലിൻ്റെ സൗഹൃദത്തിൻ്റെ കഥ. കൊച്ചി കുസാറ്റ് ക്യാമ്പസിലെ ആ കഥ നമുക്ക് കാണാം. 3, 2, 1 പിച്ച് ഓക്കെ 3, 4. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിലഹരിയും ഭൂമി സുന്ദരം. കൊള്ളാം. ആലുവ സ്വദേശി മുഹമ്മദ് സഹൽ ഒരു തരത്തിലും ദുഃഖിതനല്ല. സഹലിന് താങ്ങായും തണലായും കുസാറ്റിൽ ഇവരുണ്ട്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് 3ാം വർഷ വിദ്യാർത്ഥിയായ മുഹമ്മദ് സഹൽ ജന്മന സെറിബ്രൽ പാൾസി ബാധിതനാണ്. പ്രതിസന്ധികളെ അസാമാന്യ ഊർജം കൊണ്ട് അതിജീവിക്കുകയാണ് സഹൽ. ചെറുപ്പം തൊട്ട് ഞാൻ എന്നെ വൈകിയാണ് സ്കൂളിലൊക്കെ ചേർത്തത്. കാരണം എൻ്റെ ഈ ഒരു അവസ്ഥ കാരണം ഒരു സ്കൂളുകളും പണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ തൊട്ടടുത്തൊരു സ്കൂളുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങളുടെ ഒരു പരിചയത്തിലുള്ള ഇക്ക വഴി അവിടെ പറഞ്ഞ്, ആ ഇക്ക അവിടുത്തെ ഡ്രൈവറായിരുന്നു ആ സമയത്ത്. പിന്നെ ആ ഇക്ക വഴി പറഞ്ഞ് ഞാൻ പ്രിൻസിപ്പലിനെ പോയി കണ്ട് ഞാൻ അവർക്ക് ഇഷ്ടമായിട്ട് തന്നെ അവിടെ അഡ്മിഷൻ തന്നു. ഇവരൊക്കെ ഹെൽപ്ഫുൾ. ഇവരില്ലെങ്കിൽ പിന്നെ എനിക്ക് എങ്ങും പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇവരെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഇവരുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് വീൽ ചെയറിലോട്ട് ഇരിക്കാനും ഇപ്പോൾ ടോയ്ലറ്റിൽ പോകാനൊക്കെ ഇവർ എന്നെ ഹെൽപ്പ് ചെയ്യണത് മൊത്തത്തിൽ. അപ്പോൾ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ ഞാനില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഒരുപാട് സപ്പോർട്ടീവാണ്. ഇപ്പം എല്ലാവരും അതെ, ക്യാമ്പസ് മൊത്തം എനിക്ക് എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. സംഗീതത്തോടും അഭിനയത്തോടുമാണ് അഭിരുചി. അഭിനിവേശത്തിനും ആവേശത്തിനുമൊപ്പം കൂട്ടുകാരും തയ്യാർ. തീരത്ത് ചായുന്ന നറുപൂഞ്ചില്ല ഞാനൊന്നുലച്ചു, കുമാരി വെയ്യുമ്പോൾ അറിഞ്ഞാരാമമാകുന്നു രാവിൽ, വെള്ളി നിലാവിൻ വെൺപട്ടി ചൂടും ആറിൻ പൂമണിമാറിൽ, അല്ലികൾ കൂമ്പിയ വെള്ളാമ്പൽ പൂവുകൾ പാതി പൂമിഴി നീട്ടുമ്പോൾ, നാടൻ പാട്ടിൻ നറുമണം ലാ 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 ലാ. മ്യൂസിക് ലോകം ശരിക്കും അടിപൊളിയാണ്. ഇവനാണ് നമുക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ തരുന്നത്. ഞാനിപ്പോൾ ഒരു ജോൺറയിൽ സ്റ്റിക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇവനാണ് നമുക്ക് കുറേ ഡൈനാമിക് ആയിട്ടുള്ള കുറേ പുതിയ ജോൺറസൊക്കെ പറയും. പിന്നെ ആൾ പാടുകയും ചെയ്യും. നമ്മുടെ ക്യാമ്പസ് തന്നെയുള്ള മിക്കവരുമാണ് ഇതിൻ്റെ ബാൻഡിൻ്റെ ഒരു ഭാഗം. സഹലിനെ പറ്റി പറഞ്ഞാലും തീരില്ലെന്ന് സുഹൃത്തുക്കൾ. സഹല് ഒരു മനുഷ്യനെന്നുപരി ആള് ഭയങ്കര ആക്റ്റീവാണ്. എല്ലാ കാര്യത്തിലും ഓടി നടന്ന് എല്ലാവരുടെയും കാര്യം തിരക്കും. പിന്നെ പാട്ട്, അവൻ്റെ കാര്യങ്ങളെല്ലാം മാക്സിമമായിട്ട് അവൻ ചെയ്യും. ഇവൻസ് ഒക്കെ വരുമ്പോൾ ആള് ഭയങ്കര ആക്റ്റീവാണ്. സ്റ്റേജിലൊക്കെ ഒരു സഭാകമ്പം ഇല്ലാണ്ടാണ് ഓൺ ദ സ്പോട്ടിൽ സ്റ്റേജിൽ കയറി പാടുക. അതൊക്കെ അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ആള്. സത്യം പറഞ്ഞാൽ സഹൽ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ക്ലാസ് ഭയങ്കര ഒരു ഡള്ളാണ്. അവ എല്ലായിടത്തും പോയിട്ട് എല്ലാവരെയും ഭയങ്കര ചിയർ ചെയ്യുന്നൊരു ആളാണ്. പരിമിതികളെ അതിജീവിക്കാൻ ഇവർ തന്നെ ധാരാളം മതിയെന്നാണ് സഹലും പറയുന്നത്. സഹൽ ഇല്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് കൂട്ടുകാരും പറയുന്നത്. യഥാർത്ഥത്തിൽ സഹൽ ഒരു മാതൃകയും പാഠവുമാണ്, അല്ലേ? കൊച്ചിയിൽ നിന്ന് വിഷ്ണു കച്ചേരിക്കൊപ്പം YS അഭിനന്ദ്, 24. ഓക്കെ, താങ്ക് യു അഭിനന്ദ്. അല്ലെ ഈ ഒരു കൂട്ടായ്മ, അല്ലെ ഈ സൗഹൃദ സംഘം ഇടിലാണ് നമ്മൾ തന്നെ. എനിക്കൊന്ന് പ്രേക്ഷകരൊക്കെ ക്യാമ്പസിലേക്ക് ഒന്ന് മടങ്ങിപ്പോയാൽ, അല്ലെ ക്യാമ്പസിൽ അല്ലാത്തവർ മടങ്ങി പോകേണ്ട കാര്യമില്ല.